മാർക്കറ്റിൽ പ്രൈസിങ് 3 തരത്തിലുള്ള പൊസിഷനിങ് ഉണ്ട്. 3 പൊസിഷൻ ഉണ്ട്. പൊസിഷൻ 1, പൊസിഷൻ 2 ആൻഡ് പൊസിഷൻ 3. ഇത് ഏറ്റവും ലോവസ്റ്റ് പൊസിഷൻ, ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്. 3 റേഞ്ചിലുള്ള പ്രൈസ് ഉണ്ട്. ഇത് പ്രൈസ് ആണ്. 3 റേഞ്ചിലുള്ള പ്രൈസ് ഉണ്ട്. ഒന്ന് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്, ചീപ്പ്. മറ്റൊന്ന് പ്രീമിയം. ചീപ്പ് പ്രൈസിന്റെ പ്രശ്നം, നിങ്ങളിപ്പോ ഈ ഹോട്ടലിൽ നിൽക്കുന്നതിന്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം സുഡിയോ. ലെഫ്റ്റ് സൈഡിലോട്ട് പോയാൽ ട്രെൻഡ്സും ഉണ്ട്, മാക്സും ഉണ്ട്. തുണിക്കടയാണ്. ട്രെൻഡ്സ്, മാക്സ്, സ്റ്റുഡിയോ. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ പാന്റലൂൺ ഉണ്ട്. ഇവരൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതിന്റെ പേരാണ് വാൾമാർട്ട് സ്ട്രാറ്റജി. വാൾമാർട്ട് എന്ന് പറയുന്ന വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഭീമൻ, അവര് ലോകത്ത് കൊണ്ടുവന്ന സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിയുടെ പേരാണ് ലോസ് ലീഡർ സ്ട്രാറ്റജി. ഇവരെന്ത് ചെയ്യുമെന്നറിയോ? ഇവര് വലിയ ബിഗ് പ്ലേയേഴ്സ് ആണ്. ഇഷ്ടം പോലെ പൈസ ഉള്ളവരാണ്, കോർപ്പറേറ്റ്സ്. ഇവരെന്ത് ചെയ്യും? ഇവര് ഈ മാർക്കറ്റിലോട്ട് ഇറങ്ങും. ഏറ്റവും പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിലേക്ക് ഇവർ ഇറങ്ങും. ഇവര് റെസ്റ്റോറന്റ് മേഖലയിലുണ്ട്, ഇവര് തുണിയുടെ മേഖലയിലുണ്ട്, ഇവര് ടെക്സ്റ്റൈൽ മേഖലയിലുണ്ട്, ഇവര് കൺസ്ട്രക്ഷൻ മേഖലയിലുണ്ട്, ഇവര് ബിൽഡിംഗ് മെറ്റീരിയൽസ് മേഖലയിലുണ്ട്, ഇവർ എഡ്യൂക്കേഷൻ മേഖലയിലുണ്ട്. എല്ലായിടത്തും ഇവരിറങ്ങും. ഇറങ്ങിയിട്ട് ഇവരെന്ത് ചെയ്യും? ഏറ്റവും വില കുറയ്ക്കും. അവരുടെ കോസ്റ്റിനേക്കാൾ വില കുറച്ച് വിൽക്കും. അതായത് നഷ്ടത്തിൽ വിൽക്കും. ക്യാഷ് നെഗറ്റീവ് ആക്കും മനഃപൂർവ്വം. കിട്ടുന്നതിനേക്കാൾ വില കുറച്ചിട്ടാണ്. ഈ കിട്ടുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ചെല്ലുമ്പോ ഈ തുണിയൊക്കെ കിട്ടുന്നില്ലേ, അവരുടെ കോസ്റ്റിനേക്കാൾ വില കുറച്ചാ നമുക്ക് തരുന്നേ. കാരണം അതൊരു സ്ട്രാറ്റജിയാണ്, ലോസ് ലീഡർ സ്ട്രാറ്റജി. അപ്പം ഓരോ മാസവും നഷ്ടം. ഈ നഷ്ടത്തെ താങ്ങാനുള്ള ക്യാപിറ്റൽ യുവമാരുടെ കയ്യിലുണ്ട്. ഇത് കണ്ടുകൊണ്ട് ഈ മാർക്കറ്റിലുള്ള മറ്റ് ചെറുകിട കച്ചവടക്കാരെന്ത് ചെയ്യും? അവനോട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി വില കുറയ്ക്കും. അതാണ് സ്റ്റെപ്പ് നമ്പർ 2. ആദ്യം മനഃപൂർവ്വം അവൻ ലോസ് ഉണ്ടാക്കി, അതനുസരിച്ച് ആ മാർക്കറ്റിന്റെ ട്രെൻഡ് അനുസരിച്ച് പാവം പിടിച്ച മറ്റ് സാധാരണ കച്ചവടക്കാരന് വില കുറച്ചേ പറ്റൂ. കാരണം നിലനിൽപ്പാണ്. 1 മാസം, 2 മാസം, 3 മാസം, 4 മാസം, ഓരോ മാസങ്ങൾ കഴിയും തോറും ഈ കോമ്പറ്റ് ചെയ്തിരുന്ന സാധാരണ കടകൾ പൂട്ടി പോയിക്കൊണ്ടേയിരിക്കും. കാരണം ദേ റൺ ഔട്ട് ഓഫ് ക്യാഷ്. അറിയുന്നേ, ക്യാഷ് ഇല്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കടം കയറി 6 മാസം കഴിഞ്ഞപ്പോൾ പൂട്ടാൻ തീരുമാനിച്ചു. അപ്പോ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചു? കളിക്കാരുടെ എണ്ണം കുറഞ്ഞു. നിങ്ങൾ നോക്കിയാൽ മതി, സാധാരണ തുണിക്കടകളുടെ എണ്ണം കുറഞ്ഞു. ആണോ? സാധാരണ തുണിക്കടയുടെ എണ്ണം കുറഞ്ഞു, ഇവരുടെ എണ്ണം കൂടി. ചെറിയ ടൗണിൽ പോലും ഉണ്ട് ഇപ്പൊ ഇവരൊക്കെ. ആണോ? നമ്മളുടെ പ്രദേശത്ത് തന്നെ ഉണ്ട്. നിങ്ങളുടെ നാട് എവിടെയാണെങ്കിലും അവിടെ ഇവന്മാരുണ്ട് ഇപ്പൊ. അവിടെ നമ്മൾ പണ്ട് ഓണത്തിനും പെരുന്നാളിനും പോയിക്കൊണ്ടിരുന്ന കടകളൊന്നും ഇപ്പൊ ഇല്ല. ഇവന്മാര് കോമ്പറ്റീഷൻ കുറയുമ്പോ എന്തുണ്ടായി? ഇനി ഇവര് തീരുമാനിക്കുന്നത് വില കൂട്ടും. ഇപ്പൊ ഇവർക്ക് എന്തുണ്ട്? വോളിയം ബിസിനസ്സും ഉണ്ട്, ലാഭവും ഉണ്ട്. ഇവനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? പ്രൈസും കൂട്ടി, ലാഭവും കൂട്ടി. കാരണം കോമ്പറ്റീഷൻ ഇല്ല. പണ്ട് MG റോഡിൽ ചെന്ന് കഴിഞ്ഞാൽ എത്ര കടകളുണ്ടായിരുന്നു അല്ലേ? ഇന്ന് ബ്രാൻഡഡ് അല്ലാത്ത ഒരു ഷോപ്പ് നിങ്ങൾ കാണിക്കാവോ? ബ്രാൻഡഡ് അല്ലാത്ത ഒരു തുണിക്കട നിങ്ങൾ കാണിക്കാവോ? ബ്രാൻഡഡ് അല്ലാത്ത ഒരു സ്വർണ്ണക്കട നിങ്ങൾ കാണിക്കാവോ? ബ്രാൻഡഡ് അല്ലാത്ത ഒരു സൂപ്പർ മാർക്കറ്റ് നിങ്ങൾ കാണിക്കാവോ? ഉള്ളവന്മാരെല്ലാം ആ സെക്കൻഡ് സ്റ്റേജിൽ അവനോട് പിടിച്ചു നിൽക്കാൻ നോക്കുക. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങോട്ട് നോക്കിക്കേ. ഈ പോക്കറ്റിന്, ആരുടെ പോക്കറ്റിനാണോ ആഴം കൂടുതലുള്ളത് അവൻ വിജയിക്കും. അവന്മാരുടെ പോക്കറ്റിന്റെ ആഴമൊന്നും അളക്കാനായിട്ടില്ല. നമ്മള് കോർപ്പറേറ്റ്സ് ആണ്. പോക്കറ്റിന് ആഴമില്ലാത്തവൻ ഇവരോട് കോമ്പീറ്റ് ചെയ്യാൻ പോകരുത്.
സോ ലോവസ്റ്റ് പ്രൈസിൽ ഇവിടെ ആരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, ഞാൻ പറയുന്നത് എഴുതി വെച്ചോ, 1 വർഷം അതിന്റെ അപ്പുറം കാണില്ല നിങ്ങളുടെ ബിസിനസ്. കാരണം യു ആർ ഇൻ എ റേസ്. നിങ്ങളൊരു ഓട്ട മത്സരത്തിലാണ്, മുകളിലോട്ടല്ല താഴേക്കുള്ള ഓട്ട മത്സരത്തിൽ. അവൻ ഇത്രയും കുറച്ചു, നിങ്ങൾ ഇത്രയും കുറച്ചു, നിങ്ങൾ ഇത്രയും കുറച്ചപ്പോ അവൻ ഇത്രയും കുറച്ചു, അപ്പോ നിങ്ങൾ ഇത്രയും കുറച്ചു, അപ്പോ അവൻ ഇത്രയും കുറച്ചു. അവനിത് താങ്ങാൻ പറ്റും, നിങ്ങൾക്കോ ദ എൻഡ് റിസൾട്ട് യു വിൽ ഡിസപ്പിയർ. ഇതാണ് ലോസ് ലീഡർ സ്ട്രാറ്റജി. They can afford, but we cannot. So, lowest price is not a good option. വില കുറച്ച് ഏറ്റവും കുറഞ്ഞ വിലയിൽ വിൽക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ഓപ്ഷൻ അല്ല. ഒരൊറ്റ ഗ്രോസറി കാണില്ല, ഒരൊറ്റ തുണിക്കടയോ ഒരൊറ്റ റെസ്റ്റോറന്റോ വില കുറച്ച് നിന്നാൽ കാണില്ല. ഇപ്പൊ ഏത് ടൗണിലാ ശ്യാമേ പ്രീമിയം വേൾഡ് ക്ലാസ് റെസ്റ്റോറന്റ് ചെയിനുകളില്ലാത്ത? മുക്കിലും മൂലയിലും എത്തിക്കഴിഞ്ഞു, ആണോ? ഹൗ ക്യാൻ യു കോമ്പീറ്റ് വിത്ത് ദം? സോ ഡു നോട്ട് കോമ്പീറ്റ് ഓൺ പ്രൈസ്. പ്രൈസിൽ കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇവന്മാരോട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് നോട്ട് എ കോമ്പറ്റീഷൻ, ഇറ്റ് ഈസ് ആൻ ആബ്സല്യൂട്ട് സറണ്ടറിങ്. കീഴടങ്ങലാണ്, കീഴടങ്ങലാണ്. അവരോട് കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വന്ന കാര്യം ഞാൻ പറയാം. നിങ്ങളിപ്പം വിചാരിക്കുകയാണ്, ഓക്കെ ഇത് പറഞ്ഞ ശരിയാണ്, ലോവസ്റ്റ് ആണ്, ലോവസ്റ്റ് പ്രൈസിൽ കളിക്കുന്ന ആളുകളുണ്ട്, ഞാൻ ലോവസ്റ്റ് അല്ലല്ലോ. അല്ലല്ലോ. നിങ്ങൾ എവിടെയാണ് ഇൻ യുവർ മാർക്കറ്റ്? യു ആർ നോട്ട് ദ ചീപ്പസ്റ്റ്. നിങ്ങളല്ല നിങ്ങളുടെ മാർക്കറ്റിലെ ചീപ്പസ്റ്റ് എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളല്ല നിങ്ങളുടെ മാർക്കറ്റിലെ ഹയസ്റ്റ് എന്ന് എനിക്ക് ഉറപ്പാണ്. യു ആർ നോട്ട് ദ ഹയസ്റ്റ് ആൻഡ് യു ആർ നോട്ട് ദ ചീപ്പസ്റ്റ്. ആൻഡ് ദെൻ വേർ ആർ യു? നിങ്ങളപ്പോ യഥാർത്ഥത്തിൽ എവിടെയാണ്? നിങ്ങൾ ചീപ്പും അല്ല, പ്രീമിയം അല്ല. ഏറ്റവും വില കുറഞ്ഞവരും നിങ്ങളല്ല, ഏറ്റവും പ്രീമിയവും നിങ്ങളല്ല. എഗ്രീഡ്? നിങ്ങൾ എവിടെയാണ്? യു ആർ ഇൻ ദ മിഡിൽ. നിങ്ങളുടെ പ്രൈസ് എവിടെയാ നിൽക്കുന്നത്? ഇൻ ദ മിഡിൽ. സോ 3 മാർക്കറ്റ് പൊസിഷൻ. ഒന്ന്, ഇവന്റെ പേരാണ് പ്രൈസ് ലീഡർ. പ്രൈസ് ലീഡർ. കാരണം എന്താ? ഏറ്റവും വില കുറഞ്ഞ സാധനം ഏറ്റവും വില കുറച്ച് വിൽക്കുന്നു, ഇവനാണ് പ്രൈസ് ലീഡർ. ഏറ്റവും വില കുറച്ചത് പ്രൈസ് ലീഡർ, ചീപ്പസ്റ്റ്. രണ്ടാമത്തെ പൊസിഷനാണ് പ്രീമിയം ലീഡർ. പ്രീമിയം ലീഡർ, വി ആർ ദ ബെസ്റ്റ്. മൂന്നാമത്തതാണ് ദ മിഡിൽ. ദ മിഡിൽ. ഇവന് കൃത്യമായിട്ട് അറിയാം, ഇവന് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ട് ആരാണ് ഇവന്റെ കസ്റ്റമർ, എന്താണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇവനറിയാം. വോളിയം ബിസിനസ് ആണ്. ഇവിടെ നമ്മൾ എക്സ്പീരിയൻസ് ഒന്നും നോക്കണ്ട. പരമാവധി വരുന്നവരെ കൊണ്ട് സാധനം എടുപ്പിക്കുക, പരമാവധി വിൽക്കുക, എന്തെങ്കിലും കൊടുത്ത് കാശുണ്ടാക്കുക. കാരണം വരുന്നവനും ചീപ്പാണ്, കൊടുക്കുന്നതും ചീപ്പ്. അത് എത്ര ദിവസം നിൽക്കുന്നെന്നോ എത്ര മണിക്കൂർ ഓടുവെന്നോ ഇത് നല്ലതാണോന്നോ ഫോർമാലിനാണോ ഇങ്ങനെ ഒന്നും അവന് നോക്കാനില്ല. അവനൊരൊറ്റ ലക്ഷ്യമുള്ളൂ, വിൽക്കുക വിൽക്കുക വിൽക്കുക. കാരണം വോളിയം കൂടിയാലേ അവന് കാര്യമുള്ളൂ. അവന്റെ പൊസിഷനിങ് അവന് വളരെ ക്ലിയർ ആണ്. പ്രീമിയം, അവർക്കറിയാം ഞങ്ങൾ നിലനിൽക്കുന്ന പ്രീമിയത്തിന് വേണ്ടിയിട്ടാണ്. വെരി ക്ലിയർ, അവനറിയാം എന്താണ് അവൻ ചെയ്യുന്നത്. പക്ഷെ ഈ ഇടയ്ക്ക് നിൽക്കുന്നവന് ഒരു ക്ലാരിറ്റി ഇല്ല. അവർക്കറിയില്ല അവരെന്താ ചെയ്യുന്നത്. പ്രീമിയം ആണോ? അല്ല. പ്രൈസ് ആണോ? അല്ല. ദേ ആർ കൺഫ്യൂസ്ഡ്. ദേ ആർ കൺഫ്യൂസ്ഡ്. ഇവർക്കറിയാം ഇവരുടെ അടുത്ത് വരുന്നതെല്ലാം പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ബയേഴ്സ് ആണ്. ഇവരുടെ അടുത്ത് വരുന്നതെല്ലാം പ്രൈസ് ഒരു പ്രശ്നമേ അല്ലാത്ത ബയേഴ്സ് ആണ്. ഇവർക്കറിയില്ല ഇവരുടെ അടുത്ത് ആരാ വരുന്നത് എന്ന്. ഇവരുടെ ഏറ്റവും വലിയ ഡിഫറൻസിയേഷൻ ലോവസ്റ്റ് കോസ്റ്റ്. ഇവരുടെ ഏറ്റവും വലിയ യുണീക്നെസ് പ്രീമിയം പ്രൊഡക്റ്റ്. ഇവർക്കൊരു യുണീക്നെസ്സും ഇല്ല. ലോവസ്റ്റ് ആണോ? അല്ല. പ്രീമിയം ആണോ? അല്ല. എടുത്തു പറയാൻ ഒന്നുമില്ല. മാർജിൻ വോളിയം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് കുഴപ്പമില്ല. ഇവിടെ പ്രീമിയം ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഇത് രണ്ടുമില്ല. അതുകൊണ്ട് തന്നെ മാർജിൻ ഈസ് നിൽ. ആവറേജ് ടീം. ഇവൻ പ്രീമിയം ആണോ? അല്ല. ലോവസ്റ്റ് ആണോ? അല്ല. മീഡിയോക്കർ. ഇവനെ വെച്ച് പണിയെടുപ്പിച്ചാൽ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? മീഡിയം.
ആവറേജ് റിസൾട്ട്. ഇവൻ റെഫർ ചെയ്ത് കൊണ്ടുവരുന്നതോ മറ്റെല്ലാരെയും വിളിച്ചോണ്ട് വരും, അളിയാ അവിടെ വിലക്കുറവളിയാ വാളാന്നും പറഞ്ഞു. ഇവരോ സൂപ്പർ പ്രൊഡക്റ്റാന്നും പറഞ്ഞിട്ട് അവരുടെ പ്രീമിയം കസ്റ്റമേഴ്സിനെ റെഫർ ചെയ്ത് കൊണ്ടുവരും. ഇവനോ റെഫറൻസും തരത്തില്ല, ഏറ്റവും കൂടുതൽ കുറ്റം. കാരണം ഇവൻ പറയും വിലയും കുറവാണ്, ക്വാളിറ്റി ഇല്ല. വിലയും കൂടുതൽ. ഇവനെ സംബന്ധിച്ച്, ഇവിടെ നിൽക്കുന്ന കസ്റ്റമേഴ്സിനെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. ഇവനെ സംബന്ധിച്ച് വേറെ ഓപ്ഷൻസ് മാർക്കറ്റിലുണ്ട് വില കുറഞ്ഞ. അപ്പൊ ഇവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയും നിന്റെ വില കൂടുതലാണ്. എന്നിട്ട് ഇവൻ തരുന്നുണ്ടെങ്കിൽ ഇവന്റെ എക്സ്പെക്ടേഷൻ എന്തായിരിക്കും? ഇത് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇവൻ ഈ വില തരുന്നത്. ഇതുണ്ടായിട്ടും ഇവൻ ഈ വില തരുന്നത് എന്തിനാ? ഇത് പ്രതീക്ഷിച്ചോണ്ട്. ഈ വില മേടിച്ചോണ്ട് ഇത് കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അതുകൊണ്ടാ പറയുന്നത്, ദാ ഇവിടെ നിങ്ങളുടെ വില മാർക്കറ്റിൽ മിഡിലാണ് എങ്കിൽ ആ പറയുന്ന പൊസിഷന്റെ പേരാണ് ഡെത്ത് ബൈ ദ മിഡിൽ. ഡെത്ത് ബൈ ദ മിഡിൽ. അവിടെ കിടന്ന് ഞെരുങ്ങി ചത്തു. ഈ ചീപ്പായിട്ടുള്ളവന്മാരുടെയും പ്രീമിയത്തിന്റെ ഇടയ്ക്ക് കിടന്ന് ഞെരുങ്ങി ചത്തുപോകും. നമ്മൾ രക്ഷപ്പെടത്തില്ല ഒരിക്കലും. ഒന്നെങ്കിൽ പ്രീമിയം അല്ലെങ്കിൽ ചീപ്പ്. ഇവിടെ കളിക്കുമ്പോഴത്തെ പ്രശ്നം പറഞ്ഞു, മറ്റേ ബിഗ് ഫിഷ് വരുന്നിടം വരെ ഉള്ളു ഇത്, അവൻ വരുന്നിടം വരെ ഉള്ളു ഇത്. പക്ഷെ ഇത് തീർന്നു. ഇവിടെ നിൽക്കുന്ന ബിസിനസ്സുകാരന് അവന് ഒന്നുമില്ല, അത് ബിസിനസ് അല്ല. പിന്നല്ലെങ്കിൽ അതുപോലെ സ്കെയിൽ ചെയ്യുന്ന നമ്മുടെ ഡേ ടു ഡേ പോലുള്ള അങ്ങനെയുള്ള ഏതെടുത്താലും 60-90 ഒക്കെ വലിയ സാധനങ്ങളുണ്ടല്ലോ, ഒത്തിരി വില കുറച്ച് വിൽക്കുന്ന സാധനങ്ങൾ, അതൊക്കെ. അല്ലെങ്കിൽ ഇവർക്ക് മാത്രമേ ലൈഫ് ഉള്ളൂ. ബിസിനസ്സിൽ ഇവർക്കേ ലൈഫ് ഉള്ളൂ. ഇവർക്കൊരിക്കലും സ്വസ്ഥത ഉണ്ടാവത്തില്ല. മാർക്കറ്റിൽ കിടക്കുന്നത് മുഴുവൻ ഇവരുടെ കാശ. കാരണം ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഇവനുമായിട്ടാണ് ഇവരെ കമ്പയർ ചെയ്യുന്നത്. വിലയുടെ കാര്യത്തിൽ, ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇവരുമായിട്ട്. അവന് വേണ്ടത് ഇതും, കമ്പയർ ചെയ്യുന്ന വില ഇതും. എന്നിട്ടാണ് എന്തോ ഒരു ഔദാര്യം പോലെ അവൻ ഈ വില നമുക്ക് തരുന്നത്. ആരൊക്കെ ഇവിടെ കിടന്നിട്ടുണ്ടോ അവനെല്ലാം തീർന്നിട്ടുണ്ട്. അതാണ് ചരിത്രം. സോ മിഡിലിൽ നമ്മൾ കളിക്കുന്നതിന്റെ റീസൺ എന്താ? മിഡിൽ ഫീൽസ് സേഫ്. നമ്മുടെ ചാത്തനുണ്ടല്ലോ, ചാത്തൻ പറയടാ അവിടെയും വേണ്ട ഇവിടെയും വേണ്ട, ഇതാകുമ്പോൾ സ്വസ്ഥമാണ്, ആരും കുറ്റം പറയത്തില്ല, എപ്പോഴും നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാം. ബട്ട് ഇറ്റ് ഈസ് എ ട്രാപ്പ്. മിഡിൽ ഈസ് നോട്ട് സേഫ്, ഇറ്റ് ഈസ് എ ട്രാപ്പ്. മിഡിൽ ഈസ് നോട്ട് എ സ്ട്രാറ്റജി, ഇറ്റ്സ് എ ട്രാപ്പ്. ഇറ്റ്സ് കൺഫ്യൂഷൻ. നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനാ. വില കുറയ്ക്കണോ, ക്വാളിറ്റി കൂട്ടണോ? ക്വാളിറ്റി കൂട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ക്വാളിറ്റി കൂട്ടി നല്ല ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു പരാതിയും പറയാത്ത കസ്റ്റമേഴ്സിന്റെ അടുത്ത് പ്രൊഡക്റ്റ് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതനുസരിച്ച് വില കൂടും. നിങ്ങൾക്ക് ഇവന്മാരെ പേടി. ഈ റേഞ്ചിൽ നിൽക്കുന്ന കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് പേടി. കാരണം ഇവൻ വില കമ്പയർ ചെയ്യുന്നത് ഇവരുമായിട്ടും ക്വാളിറ്റി. ഇവനാ പറയുന്നത് ചീപ്പ് ആൻഡ് ദ ബെസ്റ്റ്. അങ്ങനൊരു പ്രൊഡക്റ്റ് ഇല്ല. ചീപ്പിനൊരിക്കലും ബെസ്റ്റ് ആവാനും പറ്റില്ല, ബെസ്റ്റിനൊരിക്കലും ചീപ്പ് ആവാനും പറ്റില്ല. ചീപ്പിനൊരിക്കലും ബെസ്റ്റ് ആവാൻ പറ്റില്ല, ബെസ്റ്റിനൊരിക്കലും ചീപ്പ് ആവാൻ പറ്റില്ല. സോ ദർ ഈസ് നത്തിങ് കോൾഡ് ചീപ്പ് ആൻഡ് ദ ബെസ്റ്റ്. നിങ്ങൾ അതാവാനാ ശ്രമിക്കുന്നത് ഇടയ്ക്ക് കിടന്ന്. ഇവിടെ കളിക്കാൻ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് യു ഫീൽ സേഫ്. കുറെ നാൾ ഇങ്ങനെ റോൾ ചെയ്ത് നിൽക്കാം, നാട്ടുകാരെ പറ്റിക്കാം, വീട്ടുകാരോട് പറയാം ബിസിനസ് എന്ന്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവർ ചോദിക്കും, നീ പിന്നെ എന്തൊടുക്കായിരുന്നു ഇത്രയും നാളെന്ന് ചോദിക്കും. നിങ്ങളുടെ പേടി, നിങ്ങൾക്ക് പേടിയാണ് നിങ്ങളുടെ വില കൂട്ടാൻ, ഇങ്ങോട്ട് കയറ്റാൻ നിങ്ങൾക്ക് ഭയം. ആ ഭയം എന്താണെന്നറിയോ? ഞാൻ വില കൂട്ടിയാൽ നിലവിലുള്ളവർ ഇട്ടിട്ട് പോവില്ലേ എന്നുള്ളതാണ് ഭയം. ആർക്കൊക്കെ ഉണ്ട്? ഞാൻ വില കൂട്ടിയാൽ ഇപ്പോൾ ഉള്ളവരും കൂടി ഇട്ടിട്ട് പോയാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഭയം. നിങ്ങളുടെ ബിസിനസ്സിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള തോട്ട് ഇതാണ്, ഞാൻ വില കൂട്ടിയാൽ ഉള്ളവരും കൂടെ പോവില്ലേ എന്നുള്ളത്. ഈ ഒരൊറ്റ ചിന്തയാണ് നിങ്ങളെ ദരിദ്രരാക്കി നിർത്തിയിരിക്കുന്നത്, നിങ്ങളെ നശിപ്പിക്കുന്നത്. വില കൂട്ടിയാൽ ഉള്ളവര് പോവില്ലേ എന്നുള്ളത്. യു നോ സംതിങ്? നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് വില കൂട്ടുമ്പോൾ ഇട്ടിട്ട് പോകുന്നവന്മാർ പോയിക്കോട്ടെ എന്ന് വെക്കുന്നത്. അവൻ പോകുന്നതാണ് നമുക്ക് നല്ലത്. നമ്മുടെ ചില സ്റ്റാഫൊക്കെ പോയ സമയത്ത്
ചില സ്റ്റാഫ് പെട്ടെന്ന് നമ്മുടെ അടുത്തുനിന്ന് പോയ സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടം തോന്നി, നമുക്ക് ഭയങ്കര ടെൻഷൻ തോന്നി, നമുക്ക് ഭയങ്കര വിഷമം തോന്നി അല്ലേ? അയ്യോ അവർ പെട്ടെന്ന് പോയി, എന്ത് ചെയ്യുമെന്ന് തോന്നി. ഒരു കാര്യം, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവിടെ എന്ത് സംഭവിച്ചു? വേറൊരുത്തൻ വന്ന് അവിടെ ജോയിൻ ചെയ്തു. അപ്പൊ നമ്മള് ദാസനും വിജയനും ചോദിക്കുന്ന പോലെ, എന്താടാ ദാസ ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാഞ്ഞേ? എവിടെ ആര് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ടോ അവരെ റീപ്ലേസ് ചെയ്യാൻ അതിനേക്കാൾ നല്ലൊരു മുത്തുമണി വന്ന് കയറും എന്നുള്ളതാണ് സത്യം. അത് ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും. നമ്മുടെ വീട്ടിലെ നിങ്ങളുടെ റൂമിന്റെ അകത്തെ വാർഡ്രോബ് ഒന്ന് ഓർക്കുക, നിങ്ങളുടെ അലമാര. ഈ അലമാരക്കകത്ത് ഇങ്ങനെ തുണിയെല്ലാം കൂടെ വലിച്ചു വാരി ഇട്ടിരിക്കുന്ന ആരൊക്കെ ഉണ്ട്? ഇങ്ങനെ കൂന കൂട്ടി അങ്ങോട്ട് തുറക്കുമ്പോഴേ ദാണ്ട കിടക്കുന്ന എല്ലാം കൂടെ. ഇതാണ് ഈ മിഡിലെയും ഇവിടുത്തെയും പ്രത്യേകത. നിങ്ങൾ ആ വാർഡ്രോബിൽ നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു ചെല്ലുന്നു. നാളെ ചെന്നിട്ട് ആവശ്യമില്ലാത്ത, നിങ്ങൾ ഉപയോഗിക്കാത്ത എല്ലാം എടുത്ത് നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുക, കളയുക. ഡൊണേറ്റ് ചെയ്യുന്നു, കളയുന്നില്ല, നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നു, ആവശ്യക്കാർക്ക് കൊടുക്കുന്നു. കേട്ടോ? വാർഡ്രോബിൽ നമ്മൾ ഉപയോഗിക്കുന്ന, ഇനി നമുക്ക് ആവശ്യമുള്ള, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് മാത്രം അതിൻ്റെ അകത്ത് അടുക്കി വെക്കുന്നു. ഇനി ആ വാർഡ്രോബ് ഒന്ന് ഓർത്ത് നോക്കിക്കേ. എന്നിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും? ഓരോ പുതിയ ഡ്രസ്സ് മേടിച്ച് നമുക്ക് വേണ്ടത് മാത്രം മേടിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് സെറ്റായി ഇതിങ്ങനെ കൊണ്ടുപോകും അല്ലേ? ഇതുപോലെ തന്നെയാണ് പ്രൈസ് കൂട്ടുമ്പോൾ ഈ ആവശ്യമില്ലാത്ത മുതലെല്ലാം ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകും. മറ്റേ തുണി നമ്മൾ ഡൊണേറ്റ് ചെയ്തത് ഈ ആവശ്യമില്ലാത്തവരെ ആർക്ക് കൊടുക്കണം? കോമ്പറ്റീറ്റർക്ക് കൊണ്ടുപോയി കൊടുക്കണം. അളിയ ഒരു കസ്റ്റമർ ഉണ്ട്, എന്നാടാ പിടിച്ചു ഇരിക്കട്ടെ. അളിയ ഒരെണ്ണം കൂടെ ഉണ്ട്, എന്നായിരിക്കും നിനക്ക് കൊണ്ടുവരണം, ഇരിക്കട്ടെ. ഈ കാലനെല്ലാം പോയി കോമ്പറ്റീറ്ററുടെ കൂടെ കൂടും. കോമ്പറ്റീറ്ററെ നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പറഞ്ഞു തരട്ടെ? നമ്മുടെ ചീഫ് കസ്റ്റമറെ പറഞ്ഞ് അങ്ങോട്ട് വിട്ടാൽ മതി. അവനും മുടിയും ഇവനും മുടിയും, നമ്മൾ സേഫ്. നമ്മുടെ വാർഡ്രോബ് എങ്ങനെ വൃത്തിയായേ? ആവശ്യമില്ലാത്തതെടുത്ത് ആവശ്യമുള്ളവന് കൊടുത്തപ്പോൾ നമ്മുടെ വാർഡ്രോബ് വൃത്തിയായി. ആണോ? എന്ന് പറയുന്ന പോലെ ആവശ്യമില്ലാത്തവന്മാരെ പെറുക്കി ആവശ്യമുള്ളവർക്ക്. അവൻ ഇതാണല്ലോ അന്വേഷിച്ചിരിക്കുന്നത്, അതല്ലയോ? അവൻ നമ്മുടെ അടുത്ത് പ്രൈസ് കുറച്ച് നമ്മളോട് കോമ്പീറ്റ് ചെയ്യാൻ. ഒരു പ്രൈസും കുറയ്ക്കേണ്ട, നീ എന്നാ പിടിച്ചോ എടുത്തു, ഒരു ശല്യമില്ല.